വിശദീകരിച്ചാലും വറ്റാത്ത രൂപത്തിൽ കിടക്കുന്ന അധ്യായങ്ങളെ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. മഹദിയിൽ നിന്നല്ലേ ഇത് പഠിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നല്ലേ പഠിക്കുന്നത്. ഭർത്താവിനെ കുഴക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് മുശ്രിക്കുകളിൽ നിന്ന് വന്നാൽ അതിന് പരിഹാരം കൊടുത്തത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ചില്ലറ പരിഹാരം ഒന്നും നിങ്ങൾ ആലോചിച്ചു. കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 40-ാമത്തെ വയസ്സിൽ നേരത്തെ 2 ഭർത്താക്കന്മാർ കഴിഞ്ഞ് നബിതങ്ങളെ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് വിവാഹം ആലോചിച്ച് തങ്ങളെ വരനായി സ്വീകരിച്ചപ്പോ മക്കക്കാർ ആദ്യം പറഞ്ഞ ആക്ഷേപം എന്താ? ഖദീജ ഒരു പൈസ ഇല്ലാത്ത ഒരു പച്ച പാവത്ത് നോക്കിയിട്ടാണോ ഭർത്താവായി തെരഞ്ഞെടുക്കാൻ കണ്ടത്? അതിന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ പരിഹാരം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, എന്റെ സ്വത്തിന്റെ മുഴുവൻ അധികാരവും തങ്ങളെ ഞാൻ ഏൽപ്പിച്ചു. ഇനി ആ സമ്പത്തെടുത്ത് തങ്ങൾ ചെലവഴിച്ചോളൂ. അതല്ലേ തങ്ങൾ പറഞ്ഞത്, ജനങ്ങളെല്ലാവരും എനിക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോ എനിക്ക് വേണ്ടത് അത്രയും തന്ന് എന്നെ സഹായിച്ചത് എന്റെ ഖദീജയാണ്. ഖുർആനും അതെടുത്തു പറഞ്ഞില്ലേ, വവജദക ആയിലൻ ഫഗ്നാ. വവജദക ആയിലൻ, നബിയെ തങ്ങൾ ദാരിദ്ര്യാവസ്ഥയിലായിട്ട് അല്ലാഹു തങ്ങളെ എത്തിച്ചു. ജനങ്ങൾ തങ്ങളെ പറ്റി അങ്ങനെ മനസ്സിലാക്കി. ഫഗ്നാ, അല്ലാഹു തങ്ങൾക്ക് ഐശ്വര്യം തന്നു. ഇമാം ഖുർത്തുബി തങ്ങൾ ആയത്ത് വിശദീകരിച്ചു പറഞ്ഞു, ഫഗ്നാക ബിമാലി ഖദീജത, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് തന്ന് തങ്ങളെ അല്ലാഹു സമ്പന്നനാക്കി. അതൊരു സ്നേഹത്തിന്റെ പരിഹാരമാണ്. ഒരു സ്ഥലത്തും ആ സ്നേഹത്തിന് കുറവില്ല. 3 കൊല്ലം ഷൈബ് അബി ത്വാലിബിൽ താമസിച്ചപ്പോൾ, ഉമ്മമാരെ, നമ്മൾ സ്നേഹത്തിന്റെ സഹനത്തിന്റെ പാഠം പഠിക്കണം. കാരണം നമ്മളെ കണ്ട് ജീവിക്കുന്നവർക്ക് നമ്മൾ മാതൃകയാകണം. എപ്പോഴും അടിച്ചുപൊളി സുഖപ്പൊളി മാത്രം കരുതരുത്. ത്യാഗം ചെയ്യാനും സഹനം ചെയ്യാനും കഷ്ടപ്പെടാനും എല്ലാറ്റിന്റെയും മാതൃക കാണിച്ചു പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാറ്റിന്റെയും എല്ലാ നന്മയുടെയും മാതൃകകളുടെ കേന്ദ്രമായി ഗുരുക്കളായി മാറേണ്ടത് മാതാപിതാക്കളല്ലേ. അദബ് അള്ളാഹു നൽകുന്നതല്ല, അദബ് മാതാപിതാക്കളിൽ നിന്ന് വരുന്നതാണ്. അസ്വലാഹിയത്തു മിനല്ലാഹ് വൽ അദബു മിനൽ വാലിദൈൻ. മക്കൾക്ക് അദബ് കിട്ടേണ്ടത് ബാപ്പ ഉമ്മമാരിൽ നിന്നാണ്. അവർക്ക് സ്വലാഹിയത്ത് ലഭിക്കേണ്ടത്, അവർ സജ്ജനങ്ങളിൽപ്പെട്ട സച്ചരിതരാകാനുള്ള അവസ്ഥ ലഭിക്കേണ്ടത് അത് അള്ളാഹുവിൽ നിന്നാണ്. ബാപ്പയും ഉമ്മയും കൃത്യമായി അദബ് പഠിപ്പിച്ചിട്ടുണ്ടോ, ആ കുട്ടിയും ആ മകളും ആ മകനും സ്വാലിഹായേ പറ്റൂ. തർക്കല്ല വിഷയത്തിൽ. വീട്ടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ബാപ്പയും ഉമ്മയും സദാസമയത്തും തെറിയഭിഷേകം പറയുന്നവരാണെങ്കിൽ മക്കൾ അങ്ങാടിയിൽ വന്ന് പറയുന്നതിന് ആരെ പറയാനാണ്? അവര് കളിക്കളങ്ങളിൽ തല്ലുന്നതിനും ചീത്ത പറയുന്നതിനും ആരെ പറയാനാണ്? സ്കൂളിൽ വെച്ച് അധ്യാപകന്മാരുടെ, മദ്രസിൽ വെച്ച് ഉസ്താദുമാരുടെ മുഖത്തു നോക്കി ചീത്ത പറയുന്നതിന് ആരെ പറയാനാണ്? എവിടുന്നാണിത് വളർന്നു വരുന്നത്? അതിന്റെ ഉത്ഭവ കേന്ദ്രം എവിടെയാണ്? അതല്ലേ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, അബുല്ലാസ് പറഞ്ഞു, സൈനബ് ബീവിയെ ത്വലാഖ് ചൊല്ലിയിട്ട് നിങ്ങൾ എന്നോട് പറയരുത്, ഞാനത് അംഗീകരിക്കൂല. അങ്ങനെ ബദറിൽ പോയി. ബദറിൽ യുദ്ധ തടവുകാരിൽ അബുല്ലാസിനെ പിടിക്കപ്പെട്ടു. 70 തടവുകാരിൽ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മകളുടെ ഭർത്താവായ അബുല്ലാസ് ബിൻ റബീഅ. അബുല്ലാസിനെ പിടിക്കപ്പെട്ടു. ആ വാർത്ത മക്കയിൽ അറിയുന്നു. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ മഹദി വല്ലാതെ സങ്കടപ്പെട്ടു. സംഗതി എന്തായാലും ഭർത്താവല്ലേ, ഭർത്താവാണ് എന്ന നിലക്കുള്ള വല്ലാത്തൊരു ദുഃഖം സൈനബ് ബീവിക്കുണ്ട്. സംഗതി യുദ്ധത്തിന് പോയതാണ്, പിടികൂടപ്പെട്ടത്, ആ സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷെ ഭർത്താവിനല്ലേ പിടികൂടപ്പെട്ടത്. അങ്ങനെ മക്കക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു, മോചനദ്രവ്യം ഉള്ളവരൊക്കെ കൊണ്ടുവന്നോളൂ, ബന്ദികളെ വിട്ടുതരാം. സൈനബ് ബീവിന്റെ ഒരു സ്നേഹം നോക്കണം നിങ്ങൾ. നമ്മളാണെങ്കിൽ ഒരു പക്ഷേ ഒരു ഭാഗത്ത് ചിന്തിക്കെന്താ, യുദ്ധത്തിന് പോയിട്ടല്ലേ, ആരാ പോകാൻ പറഞ്ഞ്? ബാപ്പാക്കെതിരെ യുദ്ധത്തിന് പോകേണ്ടിന്ന്, കുടുങ്ങിയതല്ല, അവിടെ കടന്നോട്ടെ എന്നല്ലേ. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ഏക ആഭരണമായി കഴുത്തിലുണ്ടായിരുന്ന മാല, ആ മാല അയച്ച്
ഒരു പൊതിയിലാക്കി പൊതിഞ്ഞ് ഒരാളെ കൈവശം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വേഗം കൊണ്ടുപോയി കൊടുക്കണം എൻ്റെ ഉപ്പാന്റെ കയ്യിൽ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കയ്യിൽ കൊടുക്കാൻ. ഇതെന്താണ്? ഇതെന്റെ ഭർത്താവിനുള്ള മോചന ദ്രവ്യമാണ്. ആ മാല ഇങ്ങനെ കൊണ്ടുവന്ന് തങ്ങളിങ്ങനെ നിവർത്തി നോക്കിയപ്പോൾ ഫബകാ, മാല കണ്ടപാടെ തങ്ങൾ കരഞ്ഞു. കരച്ചിൽ കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ എന്താണ് വിഷമം? ഒന്നുമല്ല സഹോദരന്മാരെ, സ്വഹാബിമാരെ, ഈ മാല ആരുടേതാണെന്നറിയുമോ? എന്റെ കൂടെ ദീർഘകാലം ജീവിച്ച എന്റെ ആദ്യത്തെ എന്റെ ഇണയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മാലയാണ്. അവസാനമായി ശരീരത്തിൽ ധരിച്ചിരുന്ന മാലയാണ്. രോഗശയ്യയിൽ കിടക്കുമ്പോ ഞാനൊന്ന് കാണാൻ വേണ്ടി ഒരു ദിവസം അടുത്തേക്ക് ചെന്നപ്പോൾ ഈ ഒരൊറ്റ മാലയാണ് കഴുത്തിലുള്ളത്. എന്നോട് പറഞ്ഞു, ഈ മാല ഞാൻ എന്റെ മോൾക്ക് കൊടുക്കട്ടെ, സൈനബ് ബീവിക്ക് കൊടുക്കട്ടെ എന്ന് എന്നോട് സമ്മതം ചോദിച്ചു. അവസാനമായി കഴുത്തിലുണ്ടായിരുന്ന ആഭരണമായ മാല അതങ്ങനെ ഊരി എന്റെ മകൾക്കൊരാഭരണവുമില്ലല്ലോ എന്ന് പറഞ്ഞ് കെട്ടിക്കൊടുത്തതാണ്. ആ മാല ഇപ്പോൾ കൊടുത്തേച്ചിരിക്കുന്നത് ഭർത്താവിനെ മോചിപ്പിക്കാനാണ്. എന്തൊരു സ്നേഹമാ നിങ്ങൾ നോക്ക്. എന്റെ ഭർത്താവ് അങ്ങനെ കുടുങ്ങരുത് എന്നുള്ളൊരു ചിന്തയല്ലേ. ഭർത്താവിനെ മോചിപ്പിക്കാൻ മാല കൊടുത്തയച്ചു സൈനബ് റളിയല്ലാഹു അൻഹാ. സൈനബി ബീവിയുടെ മാല വേണോ അബുല്ലാസിനെ മോചിപ്പിക്കാൻ? തങ്ങളങ്ങനെ സങ്കടപ്പെട്ടിട്ടാ ചോദിക്കുന്നത് എന്ന് കണ്ടപ്പോ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ മാല വേണ്ട, സ്വതന്ത്രമായി ഒന്നുമില്ലാതെ മോചിപ്പിച്ചു തരാം, മാലൊന്നും ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ അവര് മോചിപ്പിച്ചു. അബുല്ലാസ് മക്കയിലേക്ക് പോകുമ്പോ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി നബി തങ്ങൾ പറയാണ്, അബുല്ലാസെ, കുറെ കാലമായി നിന്റെ കീഴിലാണ് എൻ്റെ മകൾ താമസിക്കുന്നത്. മക്കയിലെത്തിയാൽ ഉടനെ സൈനബ് ബീവി ഇങ്ങോട്ട് പറഞ്ഞയച്ചു തരണം. ഈ മദീനയുടെ ഏകദേശം ഒരു അതിർത്തി പ്രദേശം വരെ ഞാൻ അലി റളിയല്ലാഹു അൻഹയും 2-3 പേരെയും ഇങ്ങോട്ട് അയക്കാം, അവരടുത്തേക്ക് നിങ്ങൾ കൊണ്ടുവന്നാക്കി കൊടുത്താൽ മതി. അബുല്ലാസ് മക്കയിലെത്തുന്നത് വരെ ഈ ചിന്തയിലാണ്, അല്ലാഹ്, സൈനബ് ബീവി ഇല്ലാത്തൊരു ജീവിതമാണ് എനിക്ക് വരുന്നത്. വീട്ടിലെത്തിയിട്ടും ഒരു ശോകമുഖമായ അന്തരീക്ഷം. സൈനബ് ബീവി ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക്? നിങ്ങൾ മോചനം കിട്ടി വന്നതല്ലേ? എന്റെ മാല സ്വീകരിച്ചിട്ടില്ലല്ലോ എന്റെ ഉപ്പ, അത് തിരിച്ചു കൊടുത്തയച്ചിരിക്കുകയാണ്, എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ അറസ്റ്റ് ചെയ്ത ആൾക്ക് കൊടുത്തിട്ടില്ലല്ലോ, എന്നിട്ടും നിങ്ങൾക്ക് എന്താ ഒരു വിഷമം? കുറേയേറെ നേരം പിടിച്ചുവെച്ച ശേഷം വിട്ടേക്കാമെന്നത് കരാറായി പറഞ്ഞതല്ലേ എന്ന നിലക്ക് സൈനബ് ബീവിയോട് പറഞ്ഞു, നിങ്ങളെ ഉപ്പാന്റെ അടുത്തേക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. സൈനബ് ബീവിക്കത് സന്തോഷമാണെങ്കിലും ഭർത്താവിനെ വിട്ടുപിരിയുകയാണ് എന്ന നിലക്ക് ദുഃഖം വന്നു. ചില്ലറ ദുഃഖമല്ല, വല്ലാത്ത ദുഃഖമാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം ഉണ്ട്. അപ്പുറത്ത് ശരിക്കൊരു പ്രതിയോഗിയാണ് എന്ന അർത്ഥത്തിൽ യുദ്ധത്തിന് പോകുമ്പോഴും മകളെ വിട്ടുപിരിയാൻ പറ്റൂല എന്ന് പറഞ്ഞെങ്കിൽ അത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പിഴുതെടുക്കാൻ കഴിയാത്ത അവാജ്യമായ സ്നേഹം കൊണ്ടാണ്, സഹകരണം കൊണ്ടാണ്, ഇണക്കം കൊണ്ടാണ്, ശാരീരികമായ സൗകര്യം കൊണ്ടോ ആകാര സൗഷ്ഠവം കൊണ്ടോ മാത്രമല്ല. അതിലപ്പുറം ജ്വലിച്ചു നിൽക്കുന്നതല്ലേ സ്നേഹമസൃണമായ പെരുമാറ്റവും സന്തോഷകരമായ സ്വഭാവവും. ഇതൊക്കെ ഉൾച്ചേർന്നത് കൊണ്ടാണ് അബുല്ലാസ് വിട്ടുപിരിയാൻ സമ്മതിക്കാത്തത്. ഉപ്പയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുമ്പോ കുറെ നേരം സൈനബ് ബീവിയും മൗനിയായി നിൽക്കുന്നു, ഒന്നും പറയുന്നില്ല. അവസാനം അബുല്ലാസ് തന്റെ സഹോദരൻ കിനാനെ വിളിക്കുന്നു. കിനാനയോട് പറഞ്ഞു, കിനാന, എനിക്കിങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല, മാനസികമായി എനിക്ക് വലിയ തളർച്ചയുണ്ട്, പ്രയാസമുണ്ട്. അതുകൊണ്ട് മദീനയുടെ അതിർത്തി വരെ നിങ്ങൾ കടിഞ്ഞാണും പിടിച്ച് എന്റെ ഭാര്യ, നിങ്ങൾ ഒരു ഭാഗത്ത് ഒട്ടകത്തിൽ എന്റെ ഭാര്യയെ മുന്നിൽ നിർത്തി മറ്റൊരു വാഹനത്തിൽ നിങ്ങൾ കയറിയിട്ട് മദീനയുടെ അതിർത്തിയിലേക്ക് എത്തിച്ചു കൊടുക്കണം. അബുല്ലാസിന്റെ ഭാര്യ അങ്ങനെ സ്വതന്ത്രമായൊരു പ്രശ്നമില്ലാതെ, ബദർ യുദ്ധം കഴിഞ്ഞ ശേഷമല്ലേ, മദീനയിലേക്ക് പോകാന്ന് കണ്ടപ്പോഴേക്കും മുശ്രിക്കുകൾ ചാടി വീണു.
സൈനബ് ബീവിയുടെ വാഹനം തടഞ്ഞു വെച്ചു. ആ വാഹനത്തെ പിടിച്ചു കുലുക്കി. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ വാഹനത്തിൽ നിന്ന് താഴെ വീണു. ഗർഭിണിയായ മഹദിയുടെ ഗർഭം അലസിപ്പോയി. ശത്രുക്കളുടെ അക്രമം ഇത്രയും കടുപ്പമുള്ളതാ. ഒരു നിലക്കും വിട്ടുവീഴ്ചക്ക് അവർ ഒരുക്കല്ല. അവസാനം അബുല്ലാസ് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പക്ഷത്തല്ല, എന്റെ ഭാര്യയുടെ പക്ഷത്താണ്. നല്ല ഓർമ്മ വേണം നിങ്ങൾക്ക്. നിങ്ങൾ എന്നോട് ത്വലാഖ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാര്യയെ ഞാൻ അതിന് ഒരുങ്ങിയിട്ടില്ല. ഇപ്പോഴും ഞാനത് ചൊല്ലിയിട്ടില്ല. തൽക്കാലം മദീനയിലേക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞപ്പോ ഞാൻ ആ വാക്ക് പാലിച്ച് പറഞ്ഞേക്കുകയാണ്. പക്ഷേ നിങ്ങൾ എന്റെ ഭാര്യയെ വിടുന്നില്ലെങ്കിൽ എനിക്ക് കഴിയും പോലെ അമ്പെയ്ത് നിങ്ങളെ ഞാൻ തകർക്കുമെന്ന് ശപഥം ചെയ്തപ്പോ അബൂ സുഫിയാൻ വന്നിട്ട് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചു വിട്ടു. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ മദീനയിലെത്തിക്കാൻ കിനാനക്ക് അവർ സമ്മതം കൊടുത്തു. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ മദീനയിലെത്തി. ഏറെ താമസിയാതെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബുൽ ആസും മദീനയിൽ വന്നു. സൈനബ് ബീവി താമസിക്കുന്ന റൂം ഏതാണ് അന്വേഷിച്ച് ആ റൂമിലേക്ക് എത്തി. ഒരു ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ മകൾ സൈനബ് ബീവി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എന്താ ഒരു പെട്ടെന്നുള്ള വരവ് എന്നുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്താ വന്നത്? ഒന്നുമല്ല, എൻ്റെ ഭർത്താവ് അബുല്ലാസ് മക്കയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ ഭർത്താവിന് ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട്. ഒരാൾ അഭയം കൊടുത്താൽ മറ്റാർക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. ഒരു മുശ്രിക്കിന്, ഒരു ശത്രുവാണെങ്കിലും ഒരു മുസ്ലിം അഭയം കൊടുത്താൽ ആ അഭയം എല്ലാവർക്കും ബാധകമാണ്. സ്വഹാബത്തിനോട് നബിതങ്ങൾ ചോദിച്ചു. സൈനബ് ബീവി പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ, അഭയം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അബുല്ലാസിനെ കണ്ടാൽ ആരെങ്കിലും ശത്രുവാന്ന് എഴുതിയിട്ടൊന്നും ചെയ്തു പോകണ്ട. അഭയം നൽകപ്പെട്ട ആളാണ്. അഭയം നൽകപ്പെട്ട ആളൊന്നും ചെയ്യാൻ പാടില്ല എന്ന കാര്യം പഠിപ്പിച്ചു. സൈനബ് ബീവിയോട് പറഞ്ഞു, ഭർത്താവ് വന്നത് ശരിയാണ്, പക്ഷേ നീയും അബുല്ലാസും തമ്മിൽ ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല. അബുല്ലാസുമായുള്ള നിക്കാഹ് ബന്ധം ഇനി നിലനിൽക്കൂല. അല്ലാഹു തആല ആയത്തിറക്കിയിട്ടുണ്ട്, വലാ തുൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനു. മുശ്രിക്കുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല ഹത്താ യുഅ്മിനു, അവർ മുഅ്മിനാകുന്നത് വരെ. വലാ തുൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന. മുശ്രിക്കത്തുകളെ നിങ്ങൾ വേൾക്കാനും പാടില്ല, അവർ വിശ്വാസിനികളാകുന്നത് വരെ. അപ്പോഴേക്ക് ആയത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശാരീരിക ബന്ധമൊന്നും പുലർത്താൻ പാടില്ല. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ നേരെ ചെന്ന് അബുല്ലാസിനോട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല, കാരണം നിങ്ങളെ സ്വീകരിക്കാൻ പാടില്ല എന്ന വിധി ഇപ്പോൾ പ്രസ്താവിച്ചിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണോ? എന്നാ ഞാനതിനൊക്കെ ഒരുങ്ങി വന്നതാണ്. അബുല്ലാസ് ഷഹാദത്ത് കലിമ ചൊല്ലി. അബുല്ലാസിനെ സത്യത്തിൽ ആ ഷഹാദത്തിന്റെ ദർശനത്തിലേക്ക് എത്തിച്ചത് ആ സൈനബ് ബീവിയുടെ വിവരിക്കാൻ പറ്റാത്ത സ്നേഹത്തിന്റെ തലോടലാണ്. സൈനബ് ബീവിയുടെ മാതൃകായോഗ്യമായ പെരുമാറ്റമാണ്. എങ്ങനെ സൈനബ് ബീവിക്ക് അത് കിട്ടിയത്? ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും പകർത്തിയെടുത്തതാണ്. അതുകൊണ്ട് വീടിന്റെ നെടുന്തൂണുകളായ ബാപ്പമാരെ, ഉമ്മമാരെ, സൽസ്വഭാവികളാകണം നമ്മൾ. നല്ല പെരുമാറ്റക്കാരാകണം, നല്ലത് പറയുന്നവരാകണം. ബാപ്പയെ കാണുമ്പോഴേക്ക്, ഉമ്മയെ കാണുമ്പോഴേക്ക് മടുപ്പ് തോന്നാൻ പാടില്ല. ഞാൻ ഈ ബാപ്പാന്റെ മോനായിട്ടാണല്ലോ പറഞ്ഞത്, എന്റെ ഭാഗ്യക്കേട് തന്നെ എന്നൊരു മകനും പറയരുത്, ഒരു മകളും പറയരുത്. ഈ ഉമ്മാക്ക് പറന്ന മോനായി പോയല്ലോ എന്ന നിലക്ക് ഉമ്മാനെ പറ്റി സങ്കടങ്ങൾ പറയരുത്. അവർ മാർഗദർശികളാകണം, മാർഗം കാണിച്ചു കൊടുക്കുന്നവരാകണം, അദബ് പഠിപ്പിക്കുന്നവരാകണം. ഞാൻ പറഞ്ഞില്ലേ, ചില്ലറ അദബൊന്നുമല്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മാക്ക് ദ്വാരക്കാത്ത ഒരൊറ്റ സുജൂദുമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത സുജൂദുകളിലൊക്കെ എന്റെ ഉമ്മാക്ക് ദ്വാരന്നിട്ടുണ്ട്. അതെന്തേ? എന്നെ ഞാനാക്കിയത് എന്റെ ഉമ്മയാണ്. എനിക്ക് തമ്മീസിന്റെ പ്രായമെത്തുന്നതിന്റെ മുമ്പ് എന്റെ പിതാവ് മരണപ്പെട്ടപ്പോ എന്റെ മാതാവ് എന്നെ വളർത്തിയതിന് തുല്യതയില്ല. സുബ്ഹി നിസ്കാരത്തിന് ജനങ്ങളൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോ എന്റെ കയ്യും പിടിച്ച് എന്റെ ഉമ്മ എന്നെ കൊണ്ടുവരും. പ്രായപൂർത്തി എത്തിയിട്ടില്ല. ഉമ്മമാരെ, ശിക്ഷണത്തിന്റെ മികവ് പഠിക്കണം. ചീത്ത പറയാൻ മാത്രം പഠിച്ചാ പോരാ,
തെറി പറയാൻ മാത്രം പഠിച്ചാ പോരാ, അടിക്കാൻ മാത്രം പഠിച്ചാ പോരാ, മനസ്സിന് സ്വാധീനിക്കുന്ന തലത്തിലുള്ള ശിക്ഷണമാണ് ഏറ്റവും വലിയ മരുന്ന്. അതിനേക്കാൾ വലിയൊരു മരുന്ന് ലോകത്തില്ല. അത് കൊടുക്കാനുള്ളൊരു കഴിവ് ആർജിക്കല നമ്മുടെ ബുദ്ധി. അതാണ് നമ്മുടെ കഴിവ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ മേൽവിലാസം. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ ചെറിയ കാലത്ത്, എനിക്ക് വകതിരിവെത്തിയ കാലത്ത് സുബീക്ക് ജമാഅത്തിന് എന്റെ കയ്യും പിടിച്ച് എന്റെ ഉമ്മ വരും. ഉമ്മ പള്ളി കയറി നിസ്കരിക്കല്ല, അപ്പുറത്തുള്ള മരത്തിന്റെ മറവിൽ ഉമ്മ ഇരിക്കും. ഉമ്മ നേരത്തെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് എന്റെ കയ്യും പിടിച്ച് വരുന്നത്. കാരണം ജമാഅത്തിന് കുറച്ചൊരു താമസമുണ്ട്, ആളുകൾ വരാൻ വേണ്ടി. വാങ്ങൊടുത്ത ഉടനെ എന്റെ ഉമ്മ നിസ്കരിക്കും. എന്നിട്ട് എന്റെ കയ്യും പിടിച്ച് വന്നിട്ട് മരത്തിന്റെ മറവിൽ ഇരുന്നിട്ട് പറയും, മോനെ പോയിക്കോളൂ, ജനങ്ങളൊക്കെ അതാ പോകുന്നത്. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ എന്റെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഒരു ശിക്ഷണ രീതി ആരാ കാണിച്ചു കൊടുക്കുന്നത്? മാതാവാണ്. ആ മാതാവിന് ദ്വാരക്കാത്തൊരൊറ്റ സുജൂദും എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുമ്പോ ഉമ്മമാരെ നമ്മൾ അറിയേണ്ടത് ശിക്ഷണത്തിന്റെ രീതിയാണ്. മദീനയിൽ ഏറ്റവും അധികം ഭാഗ്യം കിട്ടിയ മാതാവ് ആരാണ്? ഒരു വേള പറഞ്ഞാൽ അത് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയാണ്. എന്റെ ഉമ്മു സുലൈം ബീവിക്ക് ഭാഗ്യം കിട്ടിയത്, ഉമ്മു സുലൈം ബീവിക്ക് ആദ്യം പറന്ന മകനാണ് അനസ് റളിയല്ലാഹു അൻഹു. ഉമ്മു സുലൈം ബീവിക്ക് അബൂ ത്വൽഹയിൽ ജനിച്ച മകനല്ല, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉണ്ടായ കുട്ടിയല്ല, ആദ്യത്തെ വിവാഹത്തിൽ ഉണ്ടായ മോനാണ്. ആ മോന് നബി തങ്ങൾ മദീനയിലെത്തുമ്പോ 10 വയസ്സാണ്. തങ്ങൾ മദീനയിലെത്തിയ ഉടനെ തന്നെ ഉമ്മു സുലൈം ബീവി നബി തങ്ങളുമായി വലിയ അടുത്ത ബന്ധമുണ്ട്. മുലകുടി ബന്ധത്തിലെ ഒരു സഹോദരിയായി, അമ്മായിയായിട്ട് ഉമ്മു സുലൈം ബീവി വരും. അപ്പൊ കാണാനും തൊടാനും ഒക്കെ പറ്റിയ ബന്ധമാണ്. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ നേരെ ചെന്നിട്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഇതെന്റെ മകൻ അനസാണ്, ഞാൻ ഇവിടെ ഇട്ടേച്ചു പോവുകയാണ്, എന്ത് വേണമെങ്കിലും ഈ കുട്ടിയോട് പറഞ്ഞോളൂ, ഈ കുട്ടി അത് നിർവഹിച്ചു കൊള്ളും. 10 കൊല്ലം ഖിദ്മത്തെടുക്കാൻ ഭാഗ്യം കിട്ടിയ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഉമ്മാന്റെ ഒരു കരുത്തുറ്റ പ്രവർത്തനല്ലേ അത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് ഇടക്കിടക്ക് വരും. കുടുംബബന്ധങ്ങൾക്ക് വരും. ചിലപ്പോൾ വരുമ്പോൾ നബി തങ്ങൾ അവിടെ വിശ്രമിക്കും. ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു പോകും. ഒരു ദിവസം വന്ന് കുറച്ചു നേരം ഇങ്ങനെ ഉറങ്ങി എണീറ്റപ്പോൾ പറഞ്ഞു, ഭക്ഷണം ഉണ്ട് നബിയെ. അപ്പോൾ ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കഴിച്ച് പോകാൻ നേരത്ത് പറഞ്ഞു, ഇന്നലി ഹുവൈസ, എനിക്കൊരു ചെറിയ പ്രത്യേകത ഉണ്ട്. മദീനയിൽ ഒരു പെണ്ണിനും കിട്ടാത്തൊരു പ്രത്യേകത. അതെന്താണ്? എന്റെ മകൻ അനസാണ് തങ്ങളെ ഖാദിമ്. ഞാൻ തങ്ങൾക്ക് ഖാദിമാക്കി തന്ന എന്റെ മോനെയല്ലേ. അതുകൊണ്ട് ആ മകന് വേണ്ടി തങ്ങളൊന്ന് ദ്വാരക്കണം അല്ലാഹുവിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ദ്വാരുന്നു. ആ ദുആഇന്റെ ഫലം അനസ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ അനുഭവിച്ചു. എന്താ ദ്വാരുന്നത്? അല്ലാഹുമ്മ അക്സിർ മാലഹു, അല്ലാഹുവേ സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്ക്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ധാരാളം സമ്പത്ത് കൊടുക്ക്. മക്കയിലും മദീനയിലും ഒരൊറ്റ ആൾക്കും കിട്ടാത്ത സമ്പത്താണ് അനസ് റളിയല്ലാഹു അൻഹു കിട്ടിയത്. കാരക്കയുടെ ഈത്തപ്പഴത്തിന്റെ കാലം സാധാരണ ഉഷ്ണകാലമാണ്. ശൈത്യകാലത്തും അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ കാരക്കയുണ്ട്, നിറയെ കാരക്ക. ഒരൊറ്റ സീസണിലും കാരക്ക കുറയുന്നില്ല. സാധാരണ ഉഷ്ണകാലത്ത് കാരക്കയുണ്ടാകുമെന്ന് കരുതി ശൈത്യകാലത്തൊക്കെ പാവപ്പെട്ട ആളുകൾ ഉഷ്ണകാലത്തുണ്ടാകുന്ന കാരക്ക തരാമെന്ന് പറഞ്ഞ് പണക്കാരിൽ നിന്ന് പണം വാങ്ങി മുതൽ പിന്നെ കൊടുക്കാന്നുള്ള സലമ കച്ചവടം നടത്തലാണ് പതിവ്. അനസ് റളിയല്ലാഹു അൻഹു ആവശ്യമില്ല. എല്ലാ സമയത്തും നിറഞ്ഞ സമ്പത്താണ് അനസ് റളിയല്ലാഹു അൻഹു കിട്ടിയത്. ഒരു കുറവും വന്നിട്ടില്ല. സമ്പത്ത് ഓരോ ദിവസവും ഇങ്ങനെ കൂടി കൂടി കിട്ടി. നബി തങ്ങൾ ഒറ്റ ദുആ, അല്ലാഹുമ്മ അക്സിർ മാലഹു. രണ്ടാമതെന്തായിരുന്നു? അല്ലാഹുവേ അല്ലാഹുമ്മ അക്സിർ വലദഹു, സമ്പത്ത് സന്താനങ്ങളെ നീ അധികരിപ്പിച്ചു കൊടുക്കണം. മഹാന്മാര് പറഞ്ഞു, സ്വന്തം മുതുകിൽ നിന്ന് തന്നെ 120 മക്കൾ ജനിച്ചിട്ടുണ്ട്. 10ഉം 15ഉം 12ഒന്നും അല്ല, 120 മക്കൾ. പേരമക്കളെ കൂട്ടിയിട്ടല്ല, സ്വന്തം മക്കളെ കൂട്ടിയിട്ടാണ്. അനസ് റളിയല്ലാഹു അൻഹു മക്കളെ വരി എന്ന് പറയുമ്പോ എത്ര മക്കൾ വരും? സ്വന്തം മക്കൾ ആഖിറത്തിൽ 120 എണ്ണം വരും. ആ 120 മക്കളെയും നന്നാക്കുന്ന സ്വഭാവവും ശൈലിയൊക്കെ അനസ് റളിയല്ലാഹു അൻഹു നന്നായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൗകര്യം പോലെ ഞാനത് പറയാം. അവരങ്ങനെ ഒരു പടുമള വളർത്തും പോലെ വളർത്തിയൊന്നുമല്ല, നല്ല മട്ടത്തിൽ വളർത്തിയിട്ടുണ്ട്, നല്ല ബറക്കത്തിൽ തന്നെ വളർത്തിയിട്ടുണ്ട്.
മൂന്നാമത്തെ ദുആ അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, ഈ അനസിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ വെച്ച് എനിക്ക് 2 എണ്ണം കിട്ടിയല്ലോ, മൂന്നാമത്തത് കിട്ടുമെന്ന പ്രതീക്ഷയും എനിക്കുണ്ട്. കാരണം ചോദ്യം ഖായിബായിട്ടില്ല. സാമ്പത്തിക വർധനവ് കിട്ടിയിട്ടുണ്ട്, സന്താന വർധനവും കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം സ്വർഗപ്രവേശമല്ലേ, അതും എനിക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ബാപ്പമാര്, ഉമ്മമാര്, അവര് നല്ല അനുഗ്രഹത്തിന്റെ കേദാരങ്ങളാകണം, നല്ല നടപ്പുകാരാകണം, നല്ല സ്വഭാവക്കാരാകണം. അല്ലാഹു നമ്മെ അത്തരത്തിൽ പെടുത്തി തരുമാറാകട്ടെ. ആ വീട് മറ്റൊരു പോയിന്റ് പറയും.